ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ കൊക്കുവട അഥവാ പക്കവട എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് കടലമാവും 1 കപ്പ് അരിപ്പൊടിയും ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ അരിപ്പൊടി നല്ല വറുത്തിട്ടുള്ള നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി, 2 നുള്ള് കായം പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 2 വലിയ അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടിയിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആ വെള്ളം ഇതിലേക്കൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു മണമായിരിക്കും കൊക്കുവടയ്ക്ക് തരിക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ സാധാ പച്ചവെള്ളം തന്നെ മതി, ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് മാവിരിക്കേണ്ടത്. നല്ല സോഫ്റ്റായിട്ട്, ഭയങ്കര ടൈറ്റായിട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല, അതുപോലെ ലൂസാവാനും പാടില്ല. ഇനി ഞാനിവിടെ സേവനാഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കൊക്കുവടയുടെ അച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ 4 ഹോളുള്ള കൊക്കുവടയുടെ അച്ചാണുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നന്നായി ഒന്ന് ഓയിലൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഓയിലിലാണ് കൊക്കുവട വറുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓയിൽ തന്നെ ഇതിൽ തടവി കൊടുക്കുക. അതല്ല വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നതെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തടവി കൊടുക്കുക. 2 തരത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ പതഞ്ഞു പോവും. ഞാനിവിടെ ഓയിലാണ് വറുക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായി ഒന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എൻ്റെ ഇവിടെ ചുറ്റിച്ച് കൊടുക്കുന്ന സേവനാഴിയാണുള്ളത്. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നതായാലും നമ്മൾ ഉള്ളിൽ ഓയിൽ തേച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇത് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ നല്ല ചൂടായിട്ടുണ്ടാവണം. അപ്പോൾ ചുറ്റിച്ച് കൊടുത്താൽ അപ്പം തന്നെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്, എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് ഇട്ട വഴിക്ക് നമ്മളിത് ഇളക്കി കൊടുക്കരുത്, അപ്പോൾ പൊടിഞ്ഞു പോവും. ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഉറച്ചതിന് ശേഷം മാത്രം ഇതൊന്ന് തിരിച്ചിടാനോ അല്ലെങ്കിൽ ഇളക്കി കൊടുക്കാനോ പാടുള്ളൂ. ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ എപ്പോഴും കൊക്കുവട മുങ്ങി നിൽക്കുന്ന അത്രയും ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് നല്ലത്. ഇനി അഥവാ അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഇത് ഓയിലിൽ മുങ്ങി കിടക്കും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതല്ല മുങ്ങി കിടക്കുന്ന അത്രയും ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട, പൊട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് നമ്മൾ പൊട്ടിച്ചാലും മതി. ഇപ്പോൾ ഇവിടെ കൊക്കുവട നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഒരുപാട് നേരം ക്രിസ്പി ആയതിനു ശേഷം പിന്നെ ഒരുപാട് നേരം ഓയിലിട്ട് വെക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറും. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കായത്തിൻ്റെയോ ജീരകത്തിൻ്റെയോ ഒന്നും മണതിൽ വരില്ല, വേറൊരു ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഒരുപാട് നേരം ഓയിലിട്ട് വെക്കേണ്ട, ക്രിസ്പായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഓയിലിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് കൊക്കുവട എല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിന് ശേഷം കറിവേപ്പിലെല്ലാം എടുത്തിട്ട് കൊക്കുവടയിലിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.